ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് കുറച്ച് സാഡാണ് ഞാൻ, കാരണം എനിക്ക് പാർക്കിംഗ് കിട്ടിയിട്ടില്ല. ഞാൻ ദുബായിൽ താമസിക്കുന്നത് ദേര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ദേര എന്ന് പറഞ്ഞ സ്ഥലം ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അവിടുത്തെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിലൊരു കാറുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കവിടെ RTA പാർക്കിങ്ങിൽ വെക്കാമെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നോമ്പ് സമയമാണ്. നോമ്പ് സമയത്ത് അവിടുത്തെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, പാർക്കിങ്ങിൻ്റെ പ്രശ്നം എങ്ങനെയാണെന്ന് വെച്ചാൽ, രാവിലെ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. 8 മണി മുതൽ 6 മണി വരെ. നോമ്പ് തുറക്കുന്ന സമയം മഗ്‌രിബ് കൊടുക്കുമ്പോൾ 6 മണി വരെയാണ് അവിടുത്തെ പാർക്കിങ്ങിൻ്റെ ടൈം. അത് കഴിഞ്ഞ് 6, 7, 8 ഫ്രീ ടൈം. ആ സമയത്ത് നമുക്ക് ആ നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്ന പാർക്കിങ്ങിൻ്റെ സമയം 8 മണി മുതൽ രാത്രി 12 മണി വരെ. അതുവരെ പെയ്ഡാണ്. സാധാരണ നോർമലായിട്ടൊരു കമ്പനിയുടെ വാഹനം യൂസ് ചെയ്യുന്ന ഒരാൾക്ക് കമ്പനി പാർക്കിങ്ങിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് ആകെയുള്ളൊരു രക്ഷ RTAൻ്റെ പാർക്കിംഗ് മാത്രമാണ്. സാധാരണ നോമ്പല്ലാത്ത സാധാരണ സമയങ്ങളിൽ 8 മണി മുതൽ 10 മണി വരെയാണ് ഈ പാർക്കിങ്ങിൻ്റെ വരുന്നത്, ഈ ടൈം വരുന്നത്. ഇപ്പോൾ എന്ന് വെച്ചാൽ പാർക്കിംഗ് നോമ്പായതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ 8 to 6, 8 to 6, പിന്നെ അതിന് ശേഷം നൈറ്റ് 8 to 12 വരെ. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എനിക്കെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഒരു വണ്ടിയുണ്ട്, പക്ഷേ എനിക്ക് കമ്പനി എന്താ പറയുക പാർക്കിങ്ങിൻ്റെ പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും തരുന്നില്ല. ഞാൻ സാധാരണ നോമ്പല്ലാത്ത സമയങ്ങളിൽ രാവിലെ 8 മണിക്ക് ജോലിക്ക് ഇറങ്ങുകയാണെങ്കിൽ രാത്രി 9 ആകുമ്പോൾ വരും. 9 ആകുമ്പോൾ വന്നു കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂറൊക്കെ നമ്മൾ പാർക്കിങ്ങിന് വേണ്ടി കറങ്ങേണ്ടി വരും. എന്നാലും നമുക്ക് കിട്ടും. എന്നാലും നമുക്കൊരു എന്താ പറയുക, നമുക്ക് എന്തായാലും അവിടെ തന്നെ കിട്ടും. പക്ഷെ അത്രയും നമ്മൾ നേരം വൈകും. എന്നാലും കുഴപ്പമില്ല. ഇന്നിപ്പോൾ ഞാൻ വന്നു വെച്ചാൽ ഇന്നിപ്പോൾ എനിക്ക് എന്തായാലും റൂമിൽ പോയിട്ട് കുറച്ച് ആവശ്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ വന്നു. സാധാരണ ഞാൻ ഇങ്ങനത്തെ സമയങ്ങളാകുമ്പോൾ ഞാൻ ഒരു 12 മണി കണക്കാക്കിയിട്ടാണ് വരുന്നത്. കാരണം എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെയാണ് നമ്മൾ ഈ ഇഫ്താർ നോമ്പ് തുറക്കലൊക്കെ. ഇപ്പോൾ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ നോമ്പ് തുറക്കാൻ വന്ന് ഞാൻ ഇവിടെ 6 മണിക്ക് എത്തി. കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ 6 മണിക്ക് എത്തി. 6 മണിക്ക് എത്തിയ പ്രശ്നം എന്താ വെച്ചാൽ നോമ്പ് തുറക്കാൻ അവിടെ പാർക്കിംഗ് കിട്ടിയില്ല. വണ്ടി അവിടെ ഇവിടെ ഇട്ട് പോകാനും പറ്റില്ല, പാർക്കിംഗ് കിട്ടിയില്ല. എന്നിട്ട് ഞാനിപ്പോൾ കണ്ടില്ലേ, ഇപ്പം ഞാൻ നോമ്പ് തുറന്നത് ഇവിടെ നിന്നാണ്. ഫുഡ് കാര്യങ്ങളൊക്കെ വണ്ടി തന്നെ ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ നിന്നാണ് എന്താ വെച്ചാൽ കാരക്ക വെച്ച് ഈത്തപ്പഴം വെച്ച് നോമ്പ് തുറന്നത്. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് 7 മണി ആയിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇപ്പം അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ആ സമയത്ത് നമുക്ക് അവിടെ പോയിട്ട് പാർക്കിംഗ് അന്വേഷിക്കാൻ പറ്റുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പാർക്കിംഗ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ സമയം ഏകദേശം 6:42. ഇനി നമുക്കൊരു 6:50 ആകുമ്പോഴത്തേനും നമുക്ക് അങ്ങോട്ട് പോവാം. ഇപ്പോൾ സമയം ഏകദേശം കണ്ടല്ലോ 6:49, 6:50 ആവാനായി. ഞാനിപ്പോൾ നിൽക്കുന്നത് നെസ്റ്റോൻ്റെ പാർക്കിലാണ്. നെസ്റ്റോൻ്റെ പാർക്കിൽ നെസ്റ്റോൻ്റെ കസ്റ്റമർ പാർക്കിംഗ് ആണ്. നമുക്ക് ഇനി പാർക്കിംഗ് അന്വേഷിച്ച് പോവാം. എത്ര സമയം എടുക്കും പാർക്കിങ്ങിന് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഗ്ലാസ്സൊക്കെ തുറന്നിട്ട് ഒഴിയുന്നത്, നമ്മൾ ഗ്ലാസ്സൊക്കെ കയറ്റട്ടെ. ഇനി നമുക്ക് നേരെ നമ്മൾ പാർക്കിംഗ് അന്വേഷിച്ച് പോവാം. ഈ വീഡിയോക്ക് എത്രത്തോളം ലെങ്ത്ത് വരുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അങ്ങനെയാണ് നമ്മൾ പാർക്കിംഗ് അന്വേഷിക്കുമ്പോൾ. ഇവിടെ പാർക്കിംഗ് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പാർക്കിംഗ് കിട്ടാന്ന് പറയുന്നത്. ഇപ്പോൾ നോമ്പ് തുറക്കാൻ സമയം ആയതുകൊണ്ട് മാത്രം ഞാൻ ഈ നെസ്റ്റോൻ്റെ പാർക്കിങ്ങിലേക്ക് കയറ്റിയിട്ടതാണ്. ഹെഡ്ലൈറ്റ് ഇട്ടിട്ടില്ല, അതാണ് അവർ ഹെഡ്ലൈറ്റ് ഇടാൻ പറയുന്നത്. ഈ നെസ്റ്റോൻ്റെ പാർക്കിംഗ് നമുക്ക് ഭയങ്കര ഉപകാരമാണ്. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് പാർക്കിംഗ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു 5 മിനിറ്റ് പാർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് നെസ്റ്റോയിൽ പാർക്ക് ചെയ്യുന്നത് വളരെ ഉപകാരമാണ്. ഒരു 5 മിനിറ്റ് കേട്ടോ. 5 മിനിറ്റ് എന്ന് വെച്ചാൽ 1 മണിക്കൂർ വരെ ഓക്കെയാണ്. 1 മണിക്കൂർ വരെ ഒരു കുഴപ്പമില്ല. അതിൽ കൂടുതൽ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ സെക്യൂരിറ്റി സമ്മതിക്കില്ല. സെക്യൂരിറ്റി വണ്ടി പുറത്തിറക്കാൻ പറയും. അപ്പം നമുക്കെന്ന് വെച്ചാൽ വണ്ടി അവിടെ കൊണ്ടുപോയിട്ട് നമുക്കെന്ന് വെച്ചാൽ പാർക്ക് ചെയ്യണം. വണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായി. ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് വണ്ടി കയ്യിൽ നിന്ന് ഒഴിവാക്കിയാലോ. കാരണം വണ്ടി കൊണ്ട് നടക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് തോന്നിയിട്ടുള്ളത് ഈ ദുബായിലെ പാർക്കിങ്ങിൻ്റെ ഇഷ്യൂ കാരണമാണ്.
നമുക്ക് ലെഫ്റ്റ് എടുത്ത് പോവാം. വണ്ടിയൊന്നുമില്ല, ഭാഗ്യം. ഞാൻ എന്തായാലും താമസിക്കുന്ന വെച്ചാൽ നമുക്ക് എന്താ പറയുക, നമുക്ക് ഒരു ദിവസം ഒരു സ്ഥലത്ത് തന്നെ ഫുഡ് കഴിച്ച് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു സ്ഥലത്ത് ഫുഡ് കഴിക്കാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. ഇപ്പം നമ്മൾ ദേരേൻ്റെ അടുത്തെത്തി. ഇപ്പം ഇനിയാണ് ടാസ്ക് എന്ന് വെച്ചാൽ ഇനിയാണ് നമുക്ക് പാർക്കിംഗ് അന്വേഷിക്കേണ്ടത്. കണ്ടോ, ഇവിടെ ഒക്കെ ഫുള്ള് കംപ്ലീറ്റ് ഫുള്ളാണ് പാർക്കിങ്. കണ്ടോ, അത് നിസ്കാരം കഴിഞ്ഞ സമയം ആയതുകൊണ്ടായിരിക്കാം. പള്ളിയിൽ നിന്നൊക്കെ ആൾ ഇറങ്ങുന്നുള്ളൂ. ഇവിടെ ഒന്നും സ്ഥലമില്ല. ഇവിടെ നിന്ന് പതുക്കെ പോവാനും പറ്റില്ല. ഇനി ഏതെങ്കിലും വണ്ടിക്കാരെടുക്കണം, എന്നാലേ നമുക്ക് രക്ഷയുള്ളൂ. ഈ ബസ്സുകാർ പെട്ടെന്ന് ഇങ്ങോട്ട് കയറിക്കളാം, അതിൻ്റെ മുന്നേ അങ്ങോട്ട് പാസ് ചെയ്ത് പോകണം. നമുക്ക് പിന്നെ ഇവിടെ സ്ഥിരം താമസിച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വണ്ടികൾ, ഇവിടെ ഏതൊക്കെ വണ്ടികളാണ് ഇവിടുത്തെ വണ്ടികൾ, പുറമേ നിന്ന് വന്ന വണ്ടികൾ ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലാവും. ഭയങ്കര കൺജസ്റ്റഡ് ഏരിയ ആണിത്. ഓ, നമ്മുടെ മുന്നിലൊരു പാർക്കിങ്, ഒന്നോ റബ്ബേ, അത് പോയി. അങ്ങനെ എനിക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റാറുണ്ട് കേട്ടോ. ഗ്രീനെത്തി. പാർക്കിങ് കിട്ടിക്കഴിഞ്ഞാലും 3 മണിക്കൂറിന് നമ്മൾ 16 ദർഹം കൊടുത്തിട്ട് 3 മണിക്കൂറിന് പാർക്ക് ചെയ്യേണ്ടി വരും. ഇവിടെ ഒന്നും സ്ഥലമില്ല. ഇവിടെയൊക്കെ ഫുള്ളാണ്. ഒറ്റ വണ്ടി പോലും ഇല്ല. ഞാൻ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടായി വീട്ടിലേക്ക് വരുന്നത്, ഒരു പാർക്കിംഗ് എന്ന് പറഞ്ഞിട്ട്. പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ പതുക്കെ പോകുമ്പോൾ ബേക്കത്തെ വണ്ടിക്കാർ ഹോൺ അടിക്കും, ഒന്ന് പെട്ടെന്ന് പോടേന്ന് പറഞ്ഞിട്ട്. അവർക്കറിയില്ലല്ലോ നമ്മളെ ബുദ്ധിമുട്ട്. നേരത്തെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ നോമ്പ് ഓർക്കുന്ന സമയം. ആൾക്കാർ ശ്രദ്ധിക്കാണ്ടാണ് റോഡ് ക്രോസ് ചെയ്യല്. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇതാണ് നമ്മുടെ ഏരിയ. പക്ഷെ ഇതാണ് ഇവിടുത്തെ പ്രശ്നം. കണ്ടോ, 2 സൈഡും കണ്ടില്ലേ, 2 സൈഡിലും വണ്ടികൾ നിറഞ്ഞെടുക്കാം. ഒരാൾ പോലും വണ്ടി എടുക്കുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു സ്ഥലം കിട്ടിയിരുന്നെങ്കിൽ ബാക്കിൽ നമുക്ക് പിന്നെ പതുക്കെ പോകാൻ കഴിയില്ല. ഇവിടുന്ന് ബാക്കത്തെ വണ്ടിക്കാരിങ്ങനെ എല്ലാവരും പാർക്കിംഗ് അന്വേഷിച്ചാൽ വരുന്നത് ഇവിടെ. ചിലപ്പോൾ ഈ വീഡിയോക്ക് ലെങ്ത്ത് നല്ലോണം കൂടാൻ സാധ്യതയുണ്ട്. ചില സമയത്ത് 1 മണിക്കൂർ വരെ ഞാൻ അന്വേഷിച്ചെടുക്കലുണ്ട് പാർക്കിങ്. 1 മണിക്കൂർ, 1.5 മണിക്കൂർ, അങ്ങനെ 1 മണിക്കൂറൊക്കെ ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ക്യാമറയുടെ ചാർജ് ഇടുന്നത് ഓഫായി പോകും. ഇതാണ് ഈ ദേരയിലെ മെയിൻ പ്രശ്നം. കണ്ട, ആളുകൾ ഇങ്ങനെ തലങ്ങും വിലങ്ങും ഇല്ലാണ്ട് ഇങ്ങനെ നടക്കും. ഇത് ഞാൻ എൻ്റെ ഇലക്ട്രിക് വണ്ടി ആയതുകൊണ്ട് തന്നെ ഇത് മറ്റേ സൗണ്ടും ഉണ്ടാവില്ല. വണ്ടി വരുന്ന എൻജിൻ സൗണ്ടും ആരും കേൾക്കില്ല. ടാക്സി, പക്ഷെ ടാക്സിയിൽ ആളില്ല. ഇത് ഞാൻ നേരത്തെ കണ്ടിരിക്കണം. ഈ ടാക്സിയിലാണെങ്കിൽ ആരുമില്ല, ഒരു മനുഷ്യരും ഇല്ല ടാക്സിയിൽ. കണ്ടോ, ഇവിടെ ഒന്നും ഒരു വണ്ടി ഇവിടെ നിന്ന് അനങ്ങുന്നില്ല. ബാക്കിൽ നിന്ന് വണ്ടിക്കാർ ലൈറ്റ് അടിക്കാൻ തുടങ്ങി. മുന്നിൽ തന്നെ ആൾക്കാർ തിരിഞ്ഞും മറിഞ്ഞ് നടക്കുന്നു. ഒരു വണ്ടിയും പോകുന്നില്ലല്ലോ ഇവിടുന്ന്. റബ്ബേ, ഹോണടിച്ച് ലൈറ്റ് അടിച്ചിട്ട് എന്ത് കാര്യമാണ്? ഞാൻ ഈ ആൾക്കാർ എനിക്കിപ്പോൾ സ്പീഡിൽ വിടാൻ പറ്റുമോ? ആൾക്കാർ റോഡിൽ നിൽക്കുന്നുണ്ടില്ലേ, ബാക്കിൽ നിന്ന് ലൈറ്റ് അടിക്കുന്നത് ഇതെടുത്ത്. അങ്ങനെ ഒന്നും എടുത്ത് പോകാൻ കഴിയില്ല ഇവിടുന്ന്. തട്ടിക്കഴിഞ്ഞാൽ ലോൺ കൊടുക്കുക പൈസ. ഇവിടെ ദുബായിൽ മേത്ത് വണ്ടി തട്ടണ ഭയങ്കര ഇടുങ്ങാറാണ്. വേറെ എല്ലാം കുഴപ്പമില്ല, വണ്ടിയും കൂട്ടിയിടിച്ചാലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ മേത്ത് തട്ടുന്നത് ഭയങ്കര ഇടുങ്ങാറാണ്. റബ്ബേ, കണ്ട ആൾക്കാരൊക്കെ ഉണ്ട്, ഭയങ്കര ഇടുങ്ങാറാണ്. ഈ ആൾക്കാർ വണ്ടിയിലേക്ക് നോക്കി, ഈ 2 കാരണങ്ങളാൽ വണ്ടിയിലേക്ക് നോക്കും. ഒന്നാമത് വെച്ചാൽ ഈ വണ്ടി നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള വണ്ടിയാണ്, ഈ BYDൻ്റെ വണ്ടികളൊക്കെ. അപ്പോൾ ആൾക്കാർ അങ്ങനെ മുഖത്തേക്ക് നോക്കും, വണ്ടിയിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും. രണ്ടാമത്തെ വെച്ചാൽ ഞാൻ ക്യാമറ ഇതിൻ്റെ മുന്നിൽ ഇത് ഹുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അതിൻ്റെ റെഡ് ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും. ചിലപ്പോൾ അത് നോക്കാം.
ആ ബസ്സാർ ഇൻഡിക്കേറ്റർ ഇട്ട് കയറുന്ന മുന്നേ വേഗം കാണാം. ഇത് വലിയൊരു ബസ് കണ്ട, ഈ ട്രെയിൻ മാതിരിയുള്ളത്. അതിൻ്റെ മുന്നിൽ കിടക്കാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ് നീങ്ങുമില്ല. ഇത് വണ്ടി എടുക്കുന്നില്ലല്ലോ ഇവിടുന്ന്. ഏതെങ്കിലും വണ്ടിക്കാർ എടുക്കാന്നുണ്ടെങ്കിൽ ഇതുപോലെ പാർക്കിങ്ങിലേക്ക് ഇട്ട് നിൽക്കണം. ചിലർ അതിന് ബാക്കിൽ കിടന്ന് ഓണടിക്കുക. അത് നമ്മൾ മൈൻഡ് ആക്കണ്ട. ബാക്കിൽ ഓണടിക്കുക, തിരികെ മറിയ എന്തിലായിക്കോട്ടെ. സ്ഥലം കിട്ടുന്നില്ലല്ലോ പഠിച്ചവനെ. ഈ ഒരു ഏരിയ ഇപ്പോൾ ഇവിടുത്തെ റൈറ്റ് സൈഡിൽ കാണതാ. എന്നെപ്പോലെ ഒരുപാട് ആൾക്കാർ അന്വേഷിക്കുന്നുണ്ട്. കിട്ടൽ ലക്കാണ്. നേരത്തെ കിട്ടിയ അത്രയും ലക്ക്. ഞാൻ ആകെ ഇപ്പോൾ ബാങ്ക് കൊടുത്തിട്ട് ഈത്തപ്പഴം മാത്രം കഴിച്ചിട്ടുള്ളൂ. അരി ബാങ്ക് കൊടുത്തിട്ട്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പാർക്കിങ്ങിൻ്റെ ഇഷ്യൂ കാരണം. റാത്തായിട്ട് ചോറ് കഴിക്കുന്നുണ്ടെങ്കിൽ വണ്ടി ഒരു സ്ഥലത്ത് കൊണ്ടിടണ്ടേ. വണ്ടിയിലിരുന്ന് ഫുഡ് കഴിക്കുന്ന കാര്യം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇടങ്ങാറാണ്. വണ്ടിയിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, വണ്ടി സ്മെല്ല് ചെയ്യും. വണ്ടിയുടെ മറ്റേ എന്താ പറയുക, ഗുഡ് ഫീൽ സ്മെല്ലുണ്ടല്ലോ, അത് വണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് പോയി പോകും. പിന്നെ ഇതിൻ്റെ സ്മെല്ലായിരിക്കും. പിന്നെന്ന് വെച്ചാൽ ഭയങ്കര ഇതാണ്. ഒരു വണ്ടി അവിടെ ലൈറ്റ് ഇട്ടിട്ടുള്ള. ഓ റബ്ബേ, കണ്ടോ ആ വണ്ടി അവിടെ നിന്ന് ഇറക്കാൻ നേരത്ത് ബാങ്ക് കയറി. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ വണ്ടി എടുക്കുമ്പോൾ ഈ വാൻ അവിടെ കൊണ്ടുപോയി വെക്കും. ഭയങ്കര ഭാഗ്യക്കേടാണിത്. നല്ലൊരു സ്പേസ് ചെയ്യുന്നത്. അതിൻ്റെ തൊട്ട മേലെ എൻ്റെ റൂം. ഞാൻ വണ്ടി അവിടെ എനിക്ക് സ്പേസ് കിട്ടുന്നത് ഇതാണ് ബുദ്ധിമുട്ട്. സ്പേസ് ഇല്ല ഇവിടെ. അവർ വണ്ടി പോയപ്പോൾ ആ വണ്ടി കയറി. ഇനിയൊരു സ്പേസ് കിട്ടാന്ന് വെച്ചാൽ പടച്ചോനെ കിട്ടും. കിട്ടായ്മയല്ല, പക്ഷെ നമ്മളിങ്ങനെ റൗണ്ട് അടിക്കണം ഇവിടെ വണ്ടി പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതുപോലെ എനിക്കൊരു സ്ഥലം കിട്ടി ഞാൻ വണ്ടിൻ്റെ മുന്നിൽ കയറിയാൽ മതിയായിരുന്നു. വെറുതെ ബാക്കിൽ ഇങ്ങനെ വന്ന്. പിന്നെ ലക്കാണ് ഇവിടെ പാർക്കിംഗ് കിട്ടുന്ന ലക്കാണ്. ചിലർക്ക് നേരത്തെ കിട്ടും, ചിലർക്ക് നേരെ പോയി കിട്ടും, ചിലർക്ക് തീരെ കിട്ടൂല. തീരെ കിട്ടായ്മല്ല കേട്ടോ, കിട്ടും. ഇവിടെ എന്താ പറയുക, ഇവിടുത്തെ ഈ ശീശ ഷോപ്പ് ഇവിടെ കുറേ ഉണ്ട്. ഈ ഹുക്ക വലിക്കുന്ന അവിടത്തേക്ക് വരുന്ന കുറേ ആളുകളുണ്ട്. അപ്പം അങ്ങനെ പാർക്കിംഗ് കിട്ടും. ടാക്സി അല്ല ആവശ്യമില്ലാണ്ട് ഇവിടെ കിടക്കുന്നു, പോകുന്നുമില്ല. ഈ വണ്ടി പോണ്ടിയാണ്, വൈറ്റ് വണ്ടി. ഈ മാരുതിയുടെ ആൾക്കാർ തലങ്ങും പെരുങ്ങും പാഞ്ഞളിക്കണം. ഈ ഇലക്ട്രിക് വണ്ടി ഇവിടെ ഭയങ്കര ഇടങ്ങാറാണ്. റോഡിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടും. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. കണ്ടില്ലേ നിങ്ങൾ? ഇതാണ് ഇതിൻ്റെ പ്രശ്നം. ഇതിങ്ങനെ റൗണ്ട് അടിക്കണം നമ്മൾ. അടച്ചോനെ ഇങ്ങനെയുള്ള റൗണ്ടിലെങ്കിലും ഒരു പാർക്കിംഗ് കിട്ടണേ. ഏതെങ്കിലും ഒരു പാർക്കിംഗ് കിട്ടിയാൽ മതി അടച്ചോനെ. ആൾക്കാർ മാറുക മുന്നിൽ നിന്ന് വെറുതെ റോഡിൻ്റെ നടുവിൽ കൂടെ ഓടിക്കളിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ വാൻ ആരും എടുക്കില്ല. ഈ വാനില്ലേ, ഒറ്റ വാൻ ഇവിടുന്ന് പോവില്ല. വാനുകൾ എടുക്കുന്നുള്ള ഒരു ഇത് ചിന്തയും വേണ്ട. വാനൊന്നും അവിടെ നിന്ന് എടുക്കൂല. ഈ വണ്ടി പോവോ? അടച്ചനെ ഇവിടെ ലൈറ്റ് ഇട്ടിരിക്കുന്നുണ്ട്. പോവോന്നറിയില്ല. ഒന്ന് ചോദിച്ചു നോക്കിയാലോ പോവോന്ന്. ഒന്ന് ചോദിച്ചു നോക്കിയാലോ പോവോന്ന് ചോദിച്ചു നോക്കിയാലോ. വേണ്ട, ഈ നായി പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര എടുങ്ങാറായിരിക്കും. പോലീസൊക്കെ പെട്ടെന്ന് കയറി വന്നാകെ എനിക്കിട്ട് എടുങ്ങാറാവും. പോണ്ട് ഇൻഡിക്കേറ്റർ. അൽഹംദുലില്ലാ. റിവേഴ്സ് ലൈറ്റ് ഇട്ട്. അൽഹംദുലില്ലാ. പോട്ടെ. ഞാൻ വയ്ക്കാം. പടച്ചോൻ കാത്ത്. പടച്ചോൻ അതിനുള്ള ഹെറാൻക്ക് തരും റബ്ബേ.
പൊയ്ക്കോ. ഇനി നമുക്ക് അവിടെ കയറ്റിടാം. കണ്ടില്ല, ഇതാണ് പ്രശ്നം. ഇതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. പ്രാർത്ഥനയോട് കൂടി വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ പാർക്കിംഗ് കിട്ടും. അല്ലാത്ത പക്ഷം പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കറക്റ്റ് പാർക്കിങ്ങാ, കറക്റ്റ് കിട്ടി. AC ഓഫ് ചെയ്യുക, എല്ലാം കഴിഞ്ഞു. ഓക്കെ, സെറ്റ്. ഇപ്പോഴാണ് വണ്ടി പാർക്കായത്. ക്യാമറക്ക് എന്തെങ്കിലും ആയോ നോക്കാം നമ്മളാ. ക്യാമറ വീണോയി. ക്യാമറക്ക് എന്തെങ്കിലും ആയോ? ഇല്ല, ഒന്നും ആയിട്ടില്ല. ക്യാമറ ഒന്നും ആയിട്ടില്ല. ഹലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇനി നമുക്ക് വണ്ടി പാർക്ക് ചെയ്യേണ്ടതാണ്. പാർക്ക് ചെയ്തിട്ട് ഇനിയിപ്പോൾ അത് വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇത് കണ്ടില്ലേ, നമ്മുടെ ഇതാ ഈ സാധനം, ഇതിൽ പോയിട്ട് വേണം നമുക്കിനി ഇത് ഇതാക്കാൻ. ഇൻസ്റ്റാളൊക്കെ നമ്മുടെ മെട്രോ കാർഡ് വെച്ചിട്ടാണ് ഞാൻ വണ്ടി പാർക്ക് ചെയ്യൽ. നമ്മുടെ വണ്ടിയുടെ നമ്പർ അടിക്കുക, 4 മണിക്കൂർ 16 ദിർഹം, കൺഫേം സീറ്റ്. അപ്പോൾ റെസീറ്റ് വന്ന് 6/12/2026 നാളെ 8 മണിക്ക് എടുക്കാൻ.